പൂയം നക്ഷത്രത്തെ സംസ്കൃതത്തിൽ പുഷ്യം എന്നാണ് അറിയപ്പെടുന്നത്. നക്ഷത്രങ്ങളിൽ വെച്ച് നക്ഷത്രരാജൻ എന്നാണ് പൂയം നക്ഷത്രം പൊതുവായി ജ്യോതിശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്. വളരെയധികം സൗന്ദര്യമുള്ളവരും ഊർജസ്വലരും പ്രസന്ന മുഖഭാവവുമുള്ളവരാണ് പൂയം നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ. പൂയം നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ നോക്കാം. പൂയം നക്ഷത്രക്കാർ ഏതൊരു ജോലി ഏൽപ്പിക്കുകയാണെങ്കിലും അവ വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി ബുദ്ധി ഉപയോഗിച്ച് സമർത്ഥമായി ചെയ്തു തീർക്കുന്നവരാണ്. പൊതുവെ പൂയം നക്ഷത്രക്കാരെ സ്വാർത്ഥരായിട്ടാണ് കാണുന്നത്. ഇനി ഇവരുടെ ഒരു പ്രത്യേകതയാണ് ബന്ധുക്കൾക്കും ശത്രുക്കൾക്കും ഇവരോട് വളരെയധികം സ്നേഹമായിരിക്കും. അതിപ്പോൾ എങ്ങനെയാണ് ശത്രുക്കൾക്ക് സ്നേഹം ഉണ്ടാവുക വെച്ചാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ശത്രു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ സർവനാശം കാണാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്കൊക്കെ ചിന്തിക്കുന്ന കൂട്ടരാണെങ്കിൽ, പൂയം നക്ഷത്രക്കാരുടെ ശത്രുക്കളെന്ന് പറയുമ്പോൾ എത്രയൊക്കെ ആയാലും അയാളെ ദ്രോഹിക്കാൻ ചിന്തിക്കുമ്പോൾ ഒരു സ്നേഹം, ഒരു കനിവൊക്കെ ഉള്ളിൽ തോന്നും. അത്തരത്തിൽ നോക്കുമ്പോൾ ബന്ധുക്കൾക്കും ശത്രുക്കൾക്കും പോലും നിങ്ങളോട് സ്നേഹമുണ്ടാകും. നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ള സന്താനങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. സ്വന്തം കടമകളെക്കുറിച്ച് ഏത് സമയവും നിങ്ങൾ ബോധവാന്മാരായിരിക്കും. ആകയാൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി പരിപൂർണതയിലെത്തിക്കുവാൻ നിങ്ങൾ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. സമൂഹത്തിൽ പൊതുവെ മാന്യന്മാരായിട്ടായിരിക്കും ഇവരെ അറിയപ്പെടുക. മാത്രമല്ല, ഒരു കാര്യത്തിൽ ഇവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആന പിടിച്ചാലും കുലുങ്ങിയില്ല എന്ന് പറയണ പോലെ, ഇനി ആരൊക്കെ ഇവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും പൂയം നക്ഷത്രക്കാർ പിന്മാറണ പ്രശ്നമില്ല. അതിൽ തന്നെ അങ്ങനെ ഉറച്ചു നിൽക്കും. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ ഉന്നതിയിലെത്തുവാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ആ പരിശ്രമത്തിന് യാതൊരു തരത്തിലുള്ള മടുപ്പും തോന്നാത്ത പ്രകൃതക്കാരാണ് പൂയം നക്ഷത്രക്കാർ. ഇനി സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ, പൂയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ദാമ്പത്യ ജീവിതത്തിലെ ചില അരിഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതിന് കാരണം ഒരു അല്പം എടുത്തുചാട്ടമോ ജീവിത പങ്കാളിയെ നിയന്ത്രിക്കുവാനുള്ള ഒരു പ്രവണതയുമൊക്കെയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയും ജീവിതത്തിലെ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാനും സാധിക്കും. ഈ വർഷാവസാനാകുമ്പോഴേക്കും പൂയം നക്ഷത്രക്കാരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി തുടങ്ങാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, പൂയം നക്ഷത്രക്കാർ പൊതുവെ സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരും അഭിമാനികളും ഏകാഗ്രത കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരുമാണ്. അതായത് എവിടെയെങ്കിലും മറ്റുള്ളവരിൽ നിന്നും ഒരല്പം മാറിയിരുന്ന സ്വന്തമായിട്ടൊരു ലോകമുണ്ടാക്കി ആ ലോകത്തിൽ ഇങ്ങനെ തനിച്ച് വിഹരിക്കാൻ ആഗ്രഹിക്കുകയും അതിനെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ് പൂയം നക്ഷത്രക്കാർ. നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഇവർ കലഹിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു കാര്യമായിട്ട് കൂടി തോന്നില്ല. പക്ഷേ ഇക്കൂട്ടർക്ക് മറ്റുള്ളവർക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ വളരെ വലുതായിരിക്കും. അതിനൊക്കെ അനാവശ്യമായിട്ട് കലഹിക്കുകയും ചെയ്യും. ആശ്രിത വാത്സല്യമൊക്കെ ധാരാളം ഉള്ളവരാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയാൻ. വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കണവരാണ്. അതായത് ഒരു വ്യക്തിയോട് ഇക്കൂട്ടർക്ക് വൈരാഗ്യം തോന്നിയാൽ ആ വ്യക്തിക്ക് അതിനുള്ള പണി കൊടുത്തിട്ടേ പൂയം നക്ഷത്രക്കാർ അടങ്ങുള്ളൂ. അതുവരെയും ഇത് മനസ്സിലിട്ട്
ഒരു കണക്ക് കൂട്ടി വ്യക്തമായിട്ടൊരു പദ്ധതി രൂപീകരിക്കലുണ്ടായിരിക്കും. അപ്പോൾ പൂയ നക്ഷത്രക്കാരോട് കലഹിക്കണോരൊക്കെ ഒന്ന് സൂക്ഷിക്കണ നല്ലതായിരിക്കും. പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെ പ്രതികൂലമായിട്ടുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. ഈ പൂയ നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ ഇവർ കർക്കിടക കൂറുകാരാണ്. അപ്പോൾ ഇവർക്ക് ചില പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്. അവിട്ടത്തിൻ്റെ കുംഭരാശി പ്രതികൂലമാണ്. പിന്നെ ചതയം നക്ഷത്രം, പൂരുട്ടാതിയുടെ കുംഭരാശി, മകം, ഉത്രം, ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ ഇക്കൂട്ടർക്ക് പ്രതികൂലമാണ്. അപ്പോൾ പ്രതികൂല നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടും മറ്റ് സംരംഭങ്ങൾ തുടങ്ങുകയോ അതും കൂടാതെ തന്നെ വിവാഹം പോലുള്ള മംഗളകരമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കാനോ നിങ്ങൾ ബോധപൂർവം ശ്രദ്ധിക്കണം. അവയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പോണ ഒരു യാത്രയിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് ഭാഗ്യക്കേടുകളും അരിഷ്ടതകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായതിനാൽ തുടക്കത്തിലേ ഒഴിവാക്കിയാൽ വലിയൊരു അപകടം ഒഴിവാക്കാം. മാത്രമല്ല, ഈ പ്രതികൂല നക്ഷത്രം എന്ന് പറയുമ്പോൾ ഈ പ്രതികൂല നക്ഷത്രങ്ങൾ വരുന്ന ദിനങ്ങളുണ്ടല്ലോ, ആ ദിനങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കണതാണ് നല്ലത്. അതായത് എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇപ്പോൾ നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട്, അതിന് നമ്മൾ പോയേ തീരുള്ളൂ ഇല്ലേ? പക്ഷെ നമ്മളാൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് വിവാഹം, വീട് പാലുകാച്ചൽ, കുഞ്ഞിന് പേരിടൽ പോലുള്ള കാര്യങ്ങൾ ആ ദിനങ്ങളിൽ ഒഴിവാക്കിയാകും നല്ലത്. കാരണം അത് നിങ്ങൾക്ക് ശുഭകരമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രതികൂല നക്ഷത്രക്കാരെ മാത്രമല്ല, പ്രതികൂല നക്ഷത്രങ്ങൾ വരുന്ന ദിനങ്ങളും കൂടി ഒഴിവാക്കണത് നല്ലതാണ്. ഇക്കാര്യം പൂയ നക്ഷത്രക്കാർ മാത്രമല്ല കേട്ടോ, എല്ലാ നക്ഷത്രക്കാരും ശ്രദ്ധിക്കുന്നത് നന്നാണ്. ഈ പ്രതികൂല നക്ഷത്രങ്ങൾ പോലെ തന്നെ അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്. അതായത് ഈ പൂയം നക്ഷത്രക്കാർക്ക് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. ആകയാൽ ഈ അനുകൂല നക്ഷത്രങ്ങൾ വരുന്ന ദിനങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ശുഭകരമാണ്. ഏതൊരു കാര്യവും മുടങ്ങിക്കിടപ്പുള്ള കാര്യങ്ങളാണെങ്കിലും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഈ ദിനങ്ങളിൽ നിങ്ങൾ ഒന്നും നോക്കേണ്ട, ധൈര്യമായിട്ട് തീരുമാനിക്കാം. പക്ഷേ ഇത് മാത്രമല്ല, എന്താണ്, ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ഇടപാടുകളും വിവാഹം പോലുള്ള കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. ഇവരെ ജീവിതത്തിൽ കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുമെന്നത് തീർച്ചയാണ്. ഇനി പൂയം നക്ഷത്രക്കാർക്ക് ചില ദശാപഹാരങ്ങളൊക്കെ ഉണ്ട്. കേതുവിൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും ദശാപഹാരമാണ് നിങ്ങൾക്ക് ഉള്ളത്. ആ സമയങ്ങളിൽ ഈ പറയുന്ന ദശാപഹാരങ്ങളെ അനുകൂല സ്ഥാനത്തേക്ക് മാറ്റുവാനുള്ള പ്രതിവിധികളും പ്രാർത്ഥനകളും നടത്തിയാൽ നിങ്ങൾക്ക് ഇവ മൂലമുള്ള ദോഷങ്ങൾ ഒഴിവായി കിട്ടും. അപ്പോൾ സൂര്യനാണ് നിങ്ങൾക്ക് ദശാപഹാരമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് വീടിനടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ പോയി ശിവഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, പറ്റുമെങ്കിൽ ഭഗവാൻ ഒരു കൂവളമാല സമർപ്പിച്ചുകൊണ്ട് ജലധാര നടത്തുന്നത് നിങ്ങൾക്ക് സൂര്യന് അനുകൂലമാകാനായിട്ട് സഹായിക്കും. ഇത് കൂടാതെ ഒരു മാസത്തിൽ പൗർണമി വരുന്ന ദിനങ്ങളിൽ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു പൊങ്കാല സൂര്യഭഗവാന് നീതിച്ചാൽ ഭഗവാൻ നിങ്ങളെ കടാക്ഷിക്കും, കുടുംബത്തിന് സർവൈശ്വര്യമുണ്ടാകും. ഇനി നിങ്ങൾക്ക് കേതുവാണ് നിങ്ങളുടെ അപഹാരമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത്, നമ്മൾ ശിവഭഗവാനെ ഭഗവാന്റെ മകനായിട്ടുള്ള
വിനായകനെയാണ് വിളിക്കേണ്ടത്. വിഘ്നേശ്വരൻ്റെ ക്ഷേത്രം വീടിനടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും വിഘ്നേശ്വരൻ ഉണ്ട്, നമ്മൾക്കറിയുന്നതാണല്ലേ. അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം മറ്റുമെങ്കിൽ നടത്തുക, ഇല്ലെങ്കിൽ ഒരു നാളികേരമെങ്കിലും തലയ്ക്കൊഴിഞ്ഞ് ഉടയ്ക്കുന്നത് വളരെയധികം ഉത്തമമാണ്. കേതു നിങ്ങളെ അനുകൂലമാക്കാൻ, അല്ലെങ്കിൽ കേതുവിൻ്റെ ദശാപഹാരം മൂലമുള്ള ദോഷങ്ങൾ ഒഴിവാക്കുവാനായിട്ട് ഇവ സഹായിക്കും. ഇനി ചൊവ്വയാണ് നിങ്ങളുടെ ദശാപഹാരമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ശിവഭഗവാനെയും മകനായ വിഘ്നേശ്വരനെയും വിളിക്കുന്നത് പറഞ്ഞെങ്കിൽ, ഭഗവാന്റെ മറ്റൊരു മകനായ സാക്ഷാൽ മുരുകസ്വാമിയെയാണ് വിളിക്കേണ്ടത്. മുരുകസ്വാമിയും പൂയം നക്ഷത്രവുമായിട്ടുള്ള ബന്ധം ഏവർക്കും അറിയണ കാര്യമാണ്. തൈപ്പൂയത്തിനാണ് നമ്മൾ കാവടി പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഭഗവാനാണ് നിങ്ങൾക്ക് ചൊവ്വയ്ക്ക് വേണ്ടി ചൊവ്വാഴ്ച ദിനങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പനിനീരഭിഷേകത്തിന് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് ചൊവ്വയും അനുകൂലമാകും. ചൊവ്വ മൂലമുള്ള ദശാപഹാരത്തിൻ്റെ ദോഷങ്ങൾ ഒഴിവായി കിട്ടുകയും ചെയ്യും. അപ്പോൾ പറ്റുന്നവരൊക്കെ പൂയം നക്ഷത്രത്തിൽ പിറന്നവര് ഈ ദശാപഹാര കാലങ്ങളിൽ ഈ പറഞ്ഞ പ്രതിവിധികളും പ്രാർത്ഥനകളും പറ്റണത് പോലെ ചെയ്താൽ വളരെ ഉത്തമമാണ്. ഇനി പൂയം നക്ഷത്രക്കാർക്ക് അത്ര സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് പൂയം നക്ഷത്രം എന്ന് പറയുമ്പോൾ ചില കാലുകളുള്ള നക്ഷത്രമാണ്. അതായത് നമ്മൾ പറയില്ലേ അച്ചൻകാലാണ്, അമ്മാവൻകാലാണ് എന്നൊക്കെ പറയണത് പോലെയുള്ള ചില ദോഷങ്ങൾ കൂടി ഈ നക്ഷത്രത്തിനുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് ആരും ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണ്, ജ്യോതിശാസ്ത്രത്തിൽ ഇവയ്ക്കുള്ള പരിഹാരവും പറയാനുണ്ട്. പൂയം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ െങ്കിൽ ജാതകന് തന്നെയാണ് ദോഷം എന്ന് പറയും. അതിനെ തൻകാലം എന്നാണ് പറയുക. ഇനി 2-ാം പാദത്തിലെ ജനനമാണെങ്കിൽ മാതാവ് കാലെന്നും, 3-ാം പാദത്തിലെ ജനനമാണെങ്കിൽ അച്ഛൻ കാലെന്നും, 4-ാം പാദത്തിലെ ജനനമാണെങ്കിൽ അമ്മാവൻ കാലെന്നുമാണ് പറയാറുള്ളത്. അതായത് ഒരു കുട്ടി ജനിച്ച് 3 മാസത്തിനകമാണ് പൊതുവേ ഈ കാൽദോഷം കാണാറുള്ളത് എന്ന് പറയാറുണ്ട്. ഇത് കേട്ടിട്ട് ആരും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതാണ്, ഇതിന് പരിഹാരമുണ്ട്. പരിഹാരം ഇതാണ്, ആർക്കാണോ ഈ ദോഷമുള്ളത് ആ വ്യക്തിയുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പൂജയ്ക്ക് കൊടുക്കുക, മൃത്യുഞ്ജയ ഹോമം നടത്തുക. മാത്രമല്ല പറ്റണോര് മൃത്യുഞ്ജയാർച്ചന കൂടാതെ മഹാമൃത്യുഞ്ജയ യന്ത്രം ധരിക്കുന്നതും മൃതസഞ്ജീവനി യന്ത്രം ധരിക്കുന്നതും വളരെ ശുഭകരമാണ്. ദോഷങ്ങൾ ഒഴിവായി കിട്ടും. ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല. ശിവഭഗവാനെ മുറുകെ വിളിക്കുക, പ്രാർത്ഥിക്കുക. ഇത് വഴി നിങ്ങൾക്കുള്ള ഈ കാൽ ദോഷം മാറിക്കിട്ടും. പൂയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ ശനിയാണ്, രാശ്യാധിപൻ ചന്ദ്രനുമാണ്. ആയതിനാൽ നക്ഷത്രാധിപനെയും രാശ്യാധിപനെയും പ്രീതിപ്പെടുത്തുവാനായി പൂയം നക്ഷത്രക്കാർ മറക്കരുത്. നിങ്ങൾക്ക് ചില ദോഷങ്ങളൊക്കെ ഉള്ള നക്ഷത്രമാകയാൽ എപ്പോഴും നമ്മൾ രാശ്യാധിപനെയും നക്ഷത്രാധിപനെയും ഒക്കെ പ്രീതിപ്പെടുത്തി നിർത്തുന്നത് ദോഷങ്ങൾ അകറ്റുവാനായി സഹായിക്കാറുണ്ട്. എപ്പോഴും പറ്റില്ല എങ്കിലും ഇടയ്ക്കൊക്കെ പറ്റണ പോലെയൊക്കെ ഇത് നിങ്ങൾ ഓർത്ത് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഈ നക്ഷത്രാധിപനായിട്ടുള്ള ശനിയെയും രാശ്യാധിപനായിട്ടുള്ള ചന്ദ്രനെയും പ്രീതിപ്പെടുത്തുവാനായിട്ട് പൂയം നക്ഷത്രക്കാർ ചെയ്യേണ്ടുന്ന കാര്യം, ശനിയാഴ്ച ദിനങ്ങളിൽ, അതായത് ശനിയാഴ്ചയും പൂയവും ചേർന്നുള്ള ഒരു ദിനം ഒരു മാസത്തിൽ വരികയാണെങ്കിൽ ആ ദിവസം നിങ്ങൾ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ശാസ്താക്ഷേത്രത്തിൽ പോയി ശാസ്താവിനൊരു നീരാടുന്നത് വളരെ വളരെ നല്ലതാണ്. ഇത് കൂടാതെ
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ശനിയാഴ്ച ദിനങ്ങളിൽ. ഇപ്പോൾ ശാസ്താക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞത് ശനിയും പൂയവും ചേർന്നുള്ള ദിനങ്ങളിലാണ്. എന്നാൽ ഇനി പറയുന്നത് അങ്ങനെയല്ല. അല്ലാതെയുള്ള ശനിയാഴ്ച ദിനങ്ങളിൽ അരയാൽ പ്രദക്ഷിണം 7 തവണ ചെയ്യുന്നത് പൂയം നക്ഷത്രക്കാർക്കുള്ള ദോഷങ്ങൾ, നക്ഷത്രത്തിന് തന്നെയുള്ള ദോഷങ്ങൾ ഒഴിവായി കിട്ടാൻ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, പൂയം നക്ഷത്രക്കാരിനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മകരമാസം വരുന്ന പൗർണമി നാളിൽ നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ആ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദിനമാണ് മകരമാസത്തിലെ പൗർണമി എന്ന് പറയണത്. അപ്പോൾ ഈ മകരമാസത്തിലെ പൗർണമി വരുന്ന ദിവസം നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചേ മതിയാകുള്ളൂ. എന്നിട്ട് നിങ്ങൾ ദുർഗാ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് പറ്റണോരൊക്കെ പൗർണമി ദിവസം മറ്റ് ഔസൗകര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല, പറ്റുമെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ എല്ലാത്തരം ദോഷങ്ങളും മാറി ദേവി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കടാക്ഷം തന്നെ ചൊരിയുന്നതാണ്. അത് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഈ വരുന്ന മകരമാസത്തിൽ പൗർണമി ദിനത്തിൽ പൂയം നക്ഷത്രക്കാരിത് ചെയ്തു നോക്കിക്കോളൂ. നല്ലത് മാത്രമേ ഉണ്ടാകുള്ളൂ. ഇനി പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ദേവഗണമാണ്. മാത്രമല്ല, നിങ്ങളുടെ മൃഗം എന്ന് പറയുന്നത് ആടാണ്, പക്ഷി ചകോരമാണ്, വൃക്ഷം അരയാലാണ്. നിങ്ങളുടെ വൃക്ഷം അരയാലായത് കൊണ്ടാണ് അരയാലിനെ ചുറ്റി 7 തവണ പ്രദക്ഷിണം ചെയ്ത് വരുന്നത് വളരെ ശുഭകരമാണ് ശനിയാഴ്ച ദിനങ്ങളിൽ. പറ്റണവരൊക്കെ ഇത് ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും അതിൽ നിന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണം മാത്രമേ ഉണ്ടാകുള്ളൂ. നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. പറ്റുമെങ്കിൽ ഒരു 7 ശനിയാഴ്ച അല്ലെങ്കിൽ 11 ശനിയാഴ്ച, അങ്ങനെ ഒറ്റ സംഖ്യ പറഞ്ഞ ശനിയാഴ്ചകൾ മനസ്സിൽ വെച്ച് ഞാൻ ഇത്ര ശനിയാഴ്ച അരയാലിനെ പ്രദക്ഷിണം ചെയ്യും എന്നൊക്കെ തീരുമാനിച്ചിട്ട് ചെയ്യാം. അത് വളരെ ശുഭകരമാകുള്ളൂ. ഇനി നിങ്ങളുടെ നക്ഷത്ര ദേവതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബൃഹസ്പതിയാണ്. നമ്മളങ്ങനെ പൊതുവെ ബൃഹസ്പതിനെയൊന്നും പ്രാർത്ഥിക്കുന്ന ഒരു രീതിയില്ല. പക്ഷെ പൂയം നക്ഷത്രക്കാർ പറ്റണത് പോലെ ബൃഹസ്പതിയെ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്ര ദേവൻ എന്ന് പറഞ്ഞാൽ ഒരമ്മ കുഞ്ഞിനെ കരുതണത് പോലെ നിങ്ങളെ കരുതേണ്ടുന്ന ദൈവമാണ് നക്ഷത്രദേവൻ. അത് മറക്കരുത്. പറ്റുമെങ്കിൽ ഇടയ്ക്കെങ്കിലും നക്ഷത്രദേവനെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക. മൂലമന്ത്രം ഇതാണ്: ഓം ബൃഹസ്പതേ നമഃ. ഈ മൂലമന്ത്രം ഒരു പരീക്ഷയായിക്കൊള്ളട്ടെ, ഒരു ഇൻ്റർവ്യൂ ആയിക്കൊള്ളട്ടെ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളോ മുടങ്ങിക്കിടപ്പുള്ള കാര്യങ്ങളോ നിങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ തുടക്കത്തിലോ പ്രതിസന്ധി ഘട്ടങ്ങളിലോ ഒക്കെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ള കടാക്ഷം തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ഉള്ളൂ. പൂയം നക്ഷത്രക്കാരുടെ ആയുരാരോഗ്യ സൗഭാഗ്യത്തിന്, ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നക്ഷത്രദേവനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൊതുവേ ഇത് കേൾക്കണ, വീഡിയോ കേൾക്കണവരാരും തന്നെ ഒട്ടുമിക്ക ആളുകളും ഇത് ചെയ്യണുണ്ടാവില്ല. ഇതുവരെയും നിങ്ങളിത് ചെയ്തിട്ടില്ല എങ്കിൽ സാരമില്ല. ഇനിയെങ്കിലും പറ്റുമ്പോൾ ബൃഹസ്പതിയെ കൂടി പ്രാർത്ഥിച്ചു കൊള്ളുക, ഉത്തമമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ ഗുണമുണ്ടോ എന്നൊക്കെ. പക്ഷെ ചെയ്തു നോക്കി നമ്മൾ തന്നെ അതിൻ്റെ ഫലം നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് ഇവയ്ക്കൊക്കെ ഇത്രമാത്രം ഒരു ശക്തി നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ബോധ്യപ്പെടുക. സ്വയം ചെയ്തു നോക്കി ബോധ്യപ്പെടുകയാണ് ഏറ്റവും നല്ല മാർഗം. പൂയം നക്ഷത്രക്കാർക്ക് വേണ്ടി മറ്റൊരു കാര്യം കൂടി പറയാം.
ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുവാനിറങ്ങുമ്പോഴും പ്രധാനപ്പെട്ടതായിട്ടുള്ളതോ മുടങ്ങിക്കിടപ്പുള്ളതായിട്ടുള്ളതോ അങ്ങനത്തെ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഭാഗ്യ നിറം കൂടി ധരിക്കുന്നത് കുറേ കൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ അനുകൂലമാക്കാൻ സഹായിക്കും. ഭാഗ്യം നിങ്ങളിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്രകാരം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഭാഗ്യ നിറങ്ങളാണ് നീല, അതായത് കടും നീല, കറുപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങൾ. അപ്പോൾ കടും നീല നിറത്തിലുള്ള വസ്ത്രം, കറുത്ത വസ്ത്രം, വെളുത്ത വസ്ത്രം എന്നിവ നിങ്ങൾക്ക് ശുഭകരമാണ്. ഇത്രയുമാണ് പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. അടുത്ത നക്ഷത്രവുമായി ഉടനെ തന്നെ കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.